2025 ക്രിസ്മസിലേക്ക് നാം എല്ലാവരും അടുത്തു വരികയാണ്. ക്രിസ്മസ് നൽകുന്ന ഏറ്റവും പ്രധാനമായ സന്ദേശം അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ്. ദൈവവും മനുഷ്യനും, മാലാഖമാരും മനുഷ്യരും, സ്വർഗവാസികളും ഭൂവാസികളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് യേശുവിൻ്റെ ജനനത്തോടുകൂടി അത് പുനരുദ്ധരിക്കപ്പെടുകയാണ്. യേശു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് മനുഷ്യവംശവുമായി ദൈവം അനുരഞ്ജനപ്പെട്ടതിൻ്റെ വലിയ പെരുന്നാളാണ് ക്രിസ്തുമസ്. അതുവഴിയായിട്ട് ദൈവവും മനുഷ്യനും, സ്വർഗവും ഭൂമിയും, മാലാഖമാരും മനുഷ്യരും അനുരഞ്ജനപ്പെടുകയും വലിയ സന്തോഷം മനുഷ്യമക്കൾ അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മാലാഖ ഇപ്രകാരം പാടിയത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. സത്യത്തിൽ ദൈവവും മനുഷ്യനുമായി അനുരഞ്ജനപ്പെട്ടെങ്കിൽ, മാലാഖമാരും മനുഷ്യരും തമ്മിൽ അനുരഞ്ജനപ്പെട്ടെങ്കിൽ, സ്വർഗവാസികളും ഭൂവാസികളും തമ്മിൽ അനുരഞ്ജനപ്പെട്ടെങ്കിൽ, ഈ അനുരഞ്ജനത്തിൻ്റെ സന്ദേശം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ്. സത്യത്തിൽ ഈ അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് ഓരോ ക്രിസ്മസിലും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കേണ്ടതും. അതുകൊണ്ട് എല്ലാ ക്രിസ്മസും നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്: നിങ്ങൾ പരസ്പരം അനുരഞ്ജനപ്പെടണം. നിങ്ങൾ വ്യക്തികൾ തമ്മിൽ അനുരഞ്ജനപ്പെടണം, കുടുംബങ്ങൾ തമ്മിൽ അനുരഞ്ജനപ്പെടണം, സമൂഹങ്ങൾ തമ്മിൽ അനുരഞ്ജനപ്പെടണം, രാഷ്ട്രങ്ങൾ തമ്മിൽ അനുരഞ്ജനപ്പെടണം. ഇന്ന് നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളിലും അതുപോലെ തന്നെ സമൂഹങ്ങളിലുമെല്ലാം വലിയ വിഭജനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ ചുറ്റുപാടും യുദ്ധത്തിൻ്റെ വലിയ നിലവിളികൾ നമ്മൾ കേൾക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് അനുരഞ്ജനത്തിൻ്റെ ഒരു സമയമായി തീരുമ്പോൾ തീർച്ചയായിട്ടും എല്ലായിടത്തും സന്തോഷവും സമാധാനവും പുലരും. രാഷ്ട്രങ്ങൾ തമ്മിലും, ജനങ്ങൾ തമ്മിലും, കുടുംബങ്ങൾ തമ്മിലും, വ്യക്തികൾ തമ്മിലും ഒക്കെ ഈ അനുരഞ്ജനം സാധിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വലിയ സന്തോഷവും സമാധാനവും എല്ലാവർക്കും ലഭിക്കും. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് നൽകുന്ന വലിയ സന്തോഷത്തിൻ്റെ പ്രതീകമാണ് എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങൾ. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിൽ ആത്മീയമായ സന്തോഷവും സമാധാനവും ലഭ്യമാകുമ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടാകുക. അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ. അത് നമ്മുടെ കണ്ണിന് ആനന്ദം പകരുന്ന, ചെവിക്ക് ആനന്ദം പകരുന്ന, എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആനന്ദം തരുന്ന വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ ക്രിസ്മസിന് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഈ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. അതുപോലെ തന്നെ 2026 അനുഗ്രഹപ്രദമായ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.